മൊബൈൽ ഫോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐസികളിലൊന്നാണിത്. ഫോണിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ആവശ്യമായ വിവിധ വോൾട്ടേജുകളും കറണ്ടും നിയന്ത്രിക്കുന്നു. ബാറ്ററി ചാർജിംഗ്, പവർ ഓൺ ഓഫ് നിയന്ത്രണം, വോൾട്ടേജ് റെഗുലേഷൻ എന്നിവയെല്ലാം ഇതിന്റെ ചുമതലയാണ്. ഒരു ഫോൺ നോ പവർ അവസ്ഥയിലാണെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ട ഐസികളിൽ ഒന്നാണിത്. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസർ, ഫോണിന്റെ തലച്ചോറ് എന്നതിനെ വിശേഷിപ്പിക്കാം. എല്ലാ ഡാറ്റ പ്രോസസ്സിംഗും ഓപ്പറേഷനുകളും ഇത് നിർവഹിക്കുന്നു. ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുക, സിസ്റ്റം ഫംഗ്ഷനുകൾ നിയന്ത്രിക്കുക തുടങ്ങിയവ CPUവിന്റെ ജോലിയാണ്. മിക്കപ്പോഴും റാം ഐസിയുമായി ചേർന്ന് ഒരു ചിപ്പിന്റെ മുകളിൽ മറ്റൊരു ചിപ്പ് പോപ്പ് ആയി കാണാറുണ്ട്. eMMC അല്ലെങ്കിൽ eMMC എംബെഡഡ് മൾട്ടിമീഡിയ കാർഡ്, UFS അല്ലെങ്കിൽ UFS യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ്, ഫോണിന്റെ പ്രധാന സ്റ്റോറേജ് ഐസികളാണിവ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷനുകൾ, ഉപയോക്താവിന്റെ ഡേറ്റ എന്നിവയെല്ലാം ഇതിൽ സംഭരിക്കുന്നു. ഡേറ്റ കേടുപാടുകൾ, സ്റ്റോറേജ് പ്രശ്നങ്ങൾ എന്നിവ ഈ ഐസിയുമായി ബന്ധപ്പെട്ടതാകാം. ഓഡിയോ ഐസി ഫോണിലെ ഓഡിയോ ഫംഗ്ഷനുകൾ നിയന്ത്രിക്കുന്നു. സ്പീക്കർ, മൈക്ക്, ഹെഡ്ഫോൺ ഔട്ട്പുട്ട്. ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഈ ഐസി കാരണമാകാം. വൈഫൈ ബ്ലൂടൂത്ത് ഐസി വയർലെസ് കണക്ടിവിറ്റി നിയന്ത്രിക്കുന്നു. വൈഫൈ ബ്ലൂടൂത്ത് പ്രവർത്തിക്കാത്ത പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാം. RFIC റേഡിയോ ഫ്രീക്വൻസി ഐസി ട്രാൻസീവർ, മൊബൈൽ നെറ്റ്വർക്കുകളുമായി 2G, 3G, 4G, 5G എന്നിവയുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. നെറ്റ്വർക്ക് സിഗ്നൽ ഇല്ലായ്മ, കോൾ ഡ്രോപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാം. ചാർജിംഗ് ഐസി ബാറ്ററി ചാർജിംഗ് പ്രോസസ്സ് നേരിട്ട് നിയന്ത്രിക്കുന്നു. ഫോൺ ചാർജാകാത്ത പ്രശ്നങ്ങൾക്ക് PMIC കൂടാതെ ഈ ഐസിയും ഒരു കാരണമാകാം. ടച്ച് ഐസി ടച്ച് സ്ക്രീനിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ടച്ച് സ്ക്രീൻ പ്രതികരിക്കാത്ത അവസ്ഥയ്ക്ക് ഇത് കാരണമാകാം. ഐസികൾ തിരിച്ചറിയുന്നതും പരിശോധിക്കുന്നതും. ഐഡന്റിഫയിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഐസിസ്. തിരിച്ചറിയൽ, ഐഡന്റിഫിക്കേഷൻ. മൊബൈൽ ഫോൺ ബോർഡുകളിൽ ഐസികൾ സാധാരണയായി വലുതും ചതുരാകൃതിയിലുള്ള ചിപ്പുകളായിരിക്കും. ഇവയ്ക്ക് മുകളിൽ മോഡൽ നമ്പറോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരോ രേഖപ്പെടുത്തിയിരിക്കും. ചിലപ്പോൾ അവയുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കും. മിക്ക ഐസികളും BGA പാക്കേജിൽ വരുന്നതിനാൽ അവയുടെ പിന്നുകൾ കാണാൻ സാധിക്കില്ല. പരിശോധന, ടെസ്റ്റിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ. ഐസികളിൽ കാണുന്ന കേടുപാടുകൾ, കരിഞ്ഞ പാടുകൾ, പൊട്ടലുകൾ, വീർത്ത അവസ്ഥ തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ്. ഷോർട്ട് സർക്യൂട്ട് പരിശോധന, ഷോർട്ട് സർക്യൂട്ട് ചെക്ക്. ഒരു മൾട്ടിമീറ്ററിന്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡയോഡ് മോഡിൽ ഐസിയുടെ സമീപത്തുള്ള കപ്പാസിറ്ററുകളും ടെസ്റ്റ് പോയിന്റുകളും ഷോർട്ടാണോ എന്ന് പരിശോധിക്കാം. ഒരു ഐസി ഷോർട്ട് ആവുന്നത് പലപ്പോഴും ഒരു പവർ സെക്ഷൻ മുഴുവൻ ഡൗൺ ആക്കാൻ സാധ്യതയുണ്ട്. വോൾട്ടേജ് പരിശോധന, വോൾട്ടേജ് ചെക്ക്. ഐസിയുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പിന്നുകളിലും സമീപത്തുള്ള കപ്പാസിറ്ററുകളിലും ആവശ്യമായ വോൾട്ടേജ് എത്തുന്നുണ്ടോ എന്ന്